ഗൈസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്, ഞാനിപ്പോൾ അവരുടെ ഒരു സർപ്രൈസ് തന്നായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അതെന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇവിടെ പരിപാടി ഏൽപ്പിച്ചാൽ അവരുടെ അവസ്ഥ ഇതാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ എടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോകണം ഗൈസ്. ഓക്കെ, കമോൺ. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് രാവിലെ അമലയുടെ കഷ്ടപ്പെട്ട് പൂവൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് സർപ്രൈസ് തരാൻ നോക്കുന്ന ഒരു സംഭവമാണെന്ന് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ മെല്ലെ എണിക്കുന്ന ഞാൻ അന്ന് എൻ്റെ അമ്മ ഫോൺ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു ഗൈസ്. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മയുടെ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ എന്താണെന്ന് മനസ്സിലായില്ല, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് കിടന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഈ മിററിലാണ് ഞാൻ ഇത് കാണുന്നത്. പിന്നെ അത് സൈഡിലോട്ട് അങ്ങ് വീണു. അമലയുടെ ചമ്മിപ്പോയി പിന്നെ ഫുള്ള് ചിരിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, പാവ രാവിലെ എണീറ്റ് പോയി കഷ്ടപ്പെട്ടതല്ലേ, കുഴപ്പമില്ല. അപ്പം ഞാൻ തന്നെ സ്വന്തമായി അങ്ങ് വാരി അങ്ങ് ഇട്ടു ഗൈസ്. പിന്നെ ഈ ഫ്ലവറൊക്കെ തരുമ്പോഴത്തേക്ക് ഞങ്ങൾ ചിരിച്ചങ്ങ് ഫുള്ള് ചിരിയായിരുന്നു. എന്തപ്പം സംഭവിച്ചത് എന്നുള്ള അവസ്ഥയായിരുന്നു. എങ്കിലും ഞങ്ങൾ ഉള്ളതൊക്കെ ഇട്ട് വാരി അങ്ങ് തലയിൽ കൂടെ ഒക്കെ അങ്ങ് വെതറി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു റോസാപ്പൂ കാണാൻ കേട്ടോ. ഞാൻ നല്ല ഹാപ്പി ആയി ഗൈസ്. പാവം ഞങ്ങൾ ഫുള്ള് ചിരിയായിരുന്നു കേട്ടോ. ചിരി നിർത്താനും പറ്റുന്നില്ല. തലയിൽ കൂടെ വീണില്ല. അപ്പം ഞാനായി തലയിൽ കൂടെ ലേശം മാറിപ്പോയി. ഇങ്ങനെ വേണമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡ്രസ്സ് മാറ്റി. രാവിലെ തന്നെയായിരുന്നു, പല്ലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ റീൽസ് എടുക്കാനുള്ള പ്ലാനിങ് ആണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിചാരിച്ച എന്തായാലും ഫ്ലോപ്പ് ആയില്ലേ ഫസ്റ്റ് എടുത്തത്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഹാപ്പി ആയിട്ടൊന്നും കൂടെ ഒന്ന് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുൾ ആക്ടിങ് ആണ്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. എണീറ്റു, പിന്നെ റോസാപ്പൂ തന്നു, പിന്നെ ഫ്ലവർ ഇട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ ഗൈസ്. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. എനിക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. എനിക്ക് വലിയ ഗിഫ്റ്റ് വേണമെന്നൊന്നുമില്ല ഗൈസ്. എനിക്കിങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഗൈസ്, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ആ ഫ്ലവറൊക്കെ എടുത്ത് കൊട്ടി വെച്ച്. അപ്പോൾ അമലേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ, എന്താണ് ഇവിടെ ഈ പണി കാണിക്കുന്നതെന്ന്. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. ഇത് ഈ അട്ടപ്പെട്ടിയിൽ മേലെ നിന്നിട്ട് വലിച്ചതാണ്. കറക്റ്റ് പൊസിഷൻ മാറിപ്പോയി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് വീണ്ടും ഇപ്പൊ ഈ പൂ ഞാൻ ഇടുന്നതും വരുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ബിഹൈൻഡ് ദ സീനൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന. ഞാനും അങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമലേട്ടൻ തന്നെ ഫ്ലവർ അമലേട്ടൻ തന്നെ കൊടുത്തു. അപ്പൊ ആ ഒരു ചിരിയാണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. എന്തായാലും തലവേദനയായാലും പനിയായാലും നമുക്ക് വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മൂവിക്ക് പോകണോ ബീച്ചിക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം അമലേട്ടൻ്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. ചൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ മൂവിക്കാണ് പോയത്. എനിക്ക് ബീച്ചിലോട്ട് പോകണമെന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയി മെയിൽ കഴുകി ഞാൻ റെഡിയായി നിന്നു കേട്ടോ. നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ബീച്ചിലാണ് സിനിമ ആണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പേപ്പർ വെച്ച് നോക്കി, അപ്പൊ നമുക്ക് കിട്ടി. സിനിമയ്ക്ക് പോകാൻ ബീച്ചിൽ പോകണമെന്ന് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ പഴയ ഒരു ടോപ്പും പുതിയൊരു പാൻറ്റും കൂടെ മാച്ച് ചെയ്തു. നമ്മൾ റോസാപ്പൂക്ക് ഒരു ഷോയ്ക്ക് പോക്കറ്റിലൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം മിററിന് മുന്നിൽ പട്ട് ഷോ ഒക്കെ കാണിച്ചു. അത് നിർബന്ധമാണല്ലോ ഗൈസ്, കണ്ണാടി ഉണ്ടെങ്കിൽ പട്ട് ഷോ അത് നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ നേരെ മൂവി കാണാനായിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. സ്വാഭാവികമായിട്ടും ബൈക്കിൽ പോകുന്ന സമയത്തും നമുക്കൊരു വീഡിയോ നിർബന്ധമാണല്ലോ ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു. അത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു സിനിമ പോരെ എന്ന്. അമലേട്ടൻ പറഞ്ഞു കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി. അതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങൾക്ക്? തിയേറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പം വിശക്കും. പിന്നെ ഫുഡ് നിർബന്ധം. പിന്നെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ മൂവി അടിപൊളിയായിരുന്നു, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. പൈങ്കിളിയാണ് കേട്ടോ മൂവി, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.